എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കാറ്ററിംഗുകാർ സദ്യകളിൽ വിളമ്പുന്ന ഉരുളക്കിഴങ്ങ് ഇഷ്ടു അഥവാ വെളുത്തിഷ്ടു ആണ്. ഈ ഒരു കറിയിലേക്ക് കാറ്ററിംഗുകാർ ചേർക്കുന്ന സീക്രട്ടുകൾ ചേർത്താണ് നമ്മൾ ഈ കറിയുടെ പാചകം ചെയ്തെടുക്കുന്നത്. ഈ ഒരു സീക്രട്ട് ഒക്കെ ചേർത്ത് കറി തയ്യാറാക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല സ്വാദൊക്കെ ഉണ്ടാകുന്നത്. ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് നമുക്കധികം സമയമൊന്നും തന്നെ വേണ്ട, എങ്കിൽ തന്നെ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റ് ആണ്. ഇപ്പോ ഈ ഒരു സ്റ്റൂ കറി സദ്യകളിൽ മാത്രമല്ല നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഏതൊരു റെസിപ്പിക്കൊപ്പം സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാനും പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഇഷ്ടു കറിയാണ്. ഞാൻ ഈ കറിയിലേക്ക് 2-3 സീക്രട്ടുകളൊക്കെ ചേർത്തിട്ടാണ് കറി പാചകം ചെയ്യുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ ചേർക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് അപാര സ്വാദ് കൂടെ കിട്ടുന്നത്. സദ്യകളിൽ നിന്നും നമ്മൾ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് നമ്മുടെ വീട്ടുകളിൽ കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്ന എന്റെ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോയും വളരെ തന്നെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള സദ്യ സ്പെഷ്യൽ വെളുത്തിഷ്ടു തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നിങ്ങളുടെ തലമുടി അമിതമായിട്ട് കൊഴിയുന്നുണ്ടോ? പൊട്ടിപ്പോകാറുണ്ടോ? തലയിലെ താരം കാരണം മുടി കൊഴിച്ചിൽ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ടോ? ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് കഷ്ടപ്പെടുന്ന എന്റെ കൂട്ടുകാരെ, പ്രായമാകാതെ തന്നെ തലമുടിയൊക്കെ നരച്ച് മുടി കറുപ്പിക്കാനായിട്ട് ഡൈയുടെ പുറകെ പോകുന്ന ആൾക്കാർക്കും അതൊരു പാർശ്വഫലങ്ങളുമില്ലാതെ നമ്മുടെ പാടത്തും പറമ്പിലും ഒക്കെ സൂര്യപ്രകാശം ഏറ്റു വളരുന്ന ചെടികൾ കൊണ്ട് തയ്യാറാക്കുന്ന ഹെർബൽ ഹെയർ കെയർ ഓയില് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ട്. വാങ്ങുന്ന ആൾക്കാർ എനിക്ക് നല്ല അഭിപ്രായം തരുന്നുണ്ട്. ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ തലമുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറി തലമുടി സമൃദ്ധിയായിട്ട് വളരുന്ന ഈ ഒരു അത്ഭുത എണ്ണ നിങ്ങൾ ഇതുവരെയും വാങ്ങിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ആദ്യം അയക്കുന്ന ആൾക്കാർക്കാണ് ഞാൻ ഓയിൽ ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അനിതാസ് ടേസ്റ്റി കോർണർ എന്ന നമ്മുടെ ചാനലിലെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ സത്യസന്ധമായിട്ട് തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന എൻ്റെ കൂട്ടുകാർക്ക് ഈ ഒരു ഹെർബൽ ഓയിലും നിങ്ങൾക്ക് ഒരുപാട് തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. കാറ്ററിംഗ് സ്പെഷ്യൽ വെളുത്തുഷ്ടു തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ തന്നെ വേണ്ടത് ഒരു ഉരുളിയാണ്. നിങ്ങളുടെ കൈവശ ഉരുളിയില്ലെങ്കിൽ ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ ഉരുളിയിലേക്ക് 2 ഗ്ലാസ് അളവിൽ 2 പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു ചെറിയ നാളികേരത്തിൽ നിന്നും 2 ഗ്ലാസ് അളവിൽ 2 പാലും 1 ഗ്ലാസ് അളവിൽ 1 പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ 2 പാലിലേക്ക് 600 ഗ്രാം അളവില് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. ഇനി ഉരുളക്കിഴങ്ങിലേക്ക് ഒരു 2 സവാള കൂടെ കട്ട് ചെയ്ത് നമുക്ക് ചേർക്കാം. സവാളയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കൊച്ചു കഷ്ണം ഇഞ്ചിയും എരിവിനായിട്ടുള്ള ഒരു 4 പച്ചമുളകും കൂടി ചേർത്ത് നല്ലവണ്ണം ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. നമ്മൾ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള തേങ്ങാപ്പാൽ കൊണ്ട് നമ്മുടെ കഷ്ണങ്ങൾ നല്ലവണ്ണം വെന്ത് കിട്ടണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വെന്ത് വരാനായിട്ടൊന്ന് മൂടി വെക്കാം. ഇനി ഉരുളക്കിഴങ്ങൊന്ന് തിളച്ചു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ കൂടെ ചേർക്കാം. 5 ചെറിയ കഷ്ണം കറുവപ്പട്ടയും 4 ഏലക്കയും 4 കറയാമ്പൂവും 1 നുള്ളു കുരുമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയെ തിളച്ചുകൊണ്ടിരിക്കുന്ന ഉരുളക്കിഴങ്ങിലേക്കാണ് ചേർക്കേണ്ടത്. മസാലകൾ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉരുളക്കിഴങ്ങ് വെന്ത് വരുന്നത് വരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് അടി ചേർത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള 2 പാലിൽ കിടന്ന് നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ല പോലെ തന്നെ ഒന്ന് വെന്ത് കുഴഞ്ഞു വരണം. 3 മിനിറ്റ് നേരം മൂടി വെച്ച ഉരുളക്കിഴങ്ങിനെ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 ഗ്ലാസ് അളവിൽ 1 പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 1 പാല് ചേർക്കുമ്പോൾ നല്ല കട്ടിയായിട്ടുള്ള പാല് വേണം എടുക്കാനായിട്ടും. അതിനുശേഷം നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില 2 തണ്ട് എടുത്തിട്ടുണ്ട്. ഇതിനെ തണ്ടിൽ നിന്ന് വേർപ്പെടുത്തിയതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് തിരുമ്മി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ കൂട്ടിയിളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കുമ്പോൾ അല്പം ലൂസായിട്ടാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അല്ലെങ്കിൽ കറി ചൂടാറി കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് കട്ടിയായി വരാനൊക്കെ സാധ്യത കൂടുതലാണ്. നമ്മൾ ഈ കറിയിലേക്ക് കൊഴുപ്പിനായിട്ട് മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ ചേർക്കുന്നില്ല. കുറച്ച് വെന്ത് വന്നിട്ടുള്ള ഉരുളക്കിഴങ്ങിന് ഒന്ന് ഉടച്ച് ചേർത്താൽ മതിയാകും. ഇനിയിപ്പോൾ കാറ്ററിംഗുകാർ സദ്യകളിൽ വിളമ്പുന്ന ഇഷ്ടക്കറിക്ക് സ്വാദ് കൂട്ടുന്നതിനായിട്ട് ചൂടായ പാനിലേക്ക് 2 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ചൂടായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 25 ഗ്രാം അളവിൽ കാഷ്യൂസും 25 ഗ്രാം തന്നെ റൈസിൻസും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ചൂടായ നെയ്യിലേക്ക് കാഷ്യൂസ് ആദ്യം ഇട്ട് കൊടുക്കണം.
ക്യാഷ്യൂസിനെ നല്ലവണ്ണം മുരിയിച്ചെടുക്കുന്നതിനായിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ക്യാഷ്യൂസ് നല്ല പോലെ ഫ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് റൈസിൻസും കൂടെ ചേർക്കാം. റൈസിൻസും ചേർത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് ഇതിനെ ഒന്ന് മുരിയിച്ചു കഴിഞ്ഞാൽ തയ്യാറാക്കി മൂടി മാറ്റി വെച്ചിട്ടുള്ള കറിയിലേക്കാണ് ഈ ഒരു താളിപ്പിന് ചേർക്കേണ്ടത്. താളിപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ കറിയെ നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൂടെ കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. വളരെ രുചികരമായിട്ടുള്ളതും എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി കഴിക്കാനും പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള കാറ്ററിംഗ് സ്പെഷ്യൽ ഉരുളക്കിഴങ്ങ് സ്റ്റൂ നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുവാണ്. ഈ വരുന്ന ഓണനാളില് നിങ്ങൾക്കെല്ലാവർക്കും വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി കൂടിയാണ്. ഇനി കാറ്ററിംഗുകാരുടെ ഒരു സീക്രട്ട് കൂടി ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ കറിയെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഒരു 1/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. ഇഷ്ടു കറി എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ മധുരത്തോടു കൂടിയുള്ള സ്വാദാണ് എല്ലാവർക്കും ഇഷ്ടം. പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ രുചികരമായിട്ടുള്ള സദ്യ സ്പെഷ്യൽ വെളുത്തിഷ്ടു ഇവിടെ റെഡിയാണ്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ ഒരു ചാനൽ മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരാരേലും ഉണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണോട്ടോ. ചാനൽ ഫോളോ ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിൽ നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.